ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൽ ഖസസ് 71-72 ഈ രണ്ട് വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ സൂചിപ്പിക്കാം. ഖുൽ അറഅയ്തും ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ഖുൽ എന്ന് പറയുമ്പോൾ നിസ്ബിയായ തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. ലാം സാക്കിനത്തായ ലാമിനെ ഇൽഹാർ ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്. ഖുൽ എന്നതിലെ ലാം. ഖുൽ അറഅയ്തും ഈ പദത്തിൽ റായിന് മാത്രമാണ് തഫ്ഖീം വരുന്നത്. റായിന് തഫ്ഖീം കൊടുക്കേണ്ട സന്ദർഭമാണ് ഇവിടെ. എന്നാൽ മറ്റക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ്. ഖുൽ അറഅയ്തും എന്ന പദത്തിന് അന്ത്യത്തിലുള്ള സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു ഇൻ എന്നതിലെ സാക്കിനത്തായ നൂൻ ശേഷം ജീം ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചു ചരിക്കണം, അവ്യക്തമാക്കി മണിക്കുക. ഇൻ ജഅലല്ലാഹു അല്ലാഹു എന്ന ഇസ്മുൽ ജലാല ഇതിലുള്ള ലാമിനെ തഫ്ഖീം ചെയ്യുകയാണ് വേണ്ടത്. തടിപ്പിച്ച് ലാമിനെ ഉച്ചരിക്കണം. ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദ ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല ഐൻ വ്യക്തമാക്കുക. ജഅല അലൈക്കുമുൽ ലൈല സാക്കിനത്തായ മീം ദമ്മ നൽകപ്പെട്ടത് ഇൽത്തിഖാഉ സാക്കിനീൻ പരിഹരിക്കാൻ വേണ്ടിയാണ്. അലൈക്കും അൽ ലൈൽ എന്ന രണ്ട് സുക്കൂനുകൾ തുടരെയായി വരികയാണ്. മീമിൻ്റെ സുക്കൂനും അൽ എന്ന് ലാമിൻ്റെ സുക്കൂനും അൽ ലൈല എന്നതിലെ ലാമിൻ്റെ സുക്കൂനും. അപ്പോൾ അതിനുള്ള പരിഹാരമായി അലൈക്കുമുൽ ലൈല എന്ന് ചുരുക്കുന്നു. സർമദൻ ഈ പദത്തിൽ റായിന് മാത്രമാണ് തഫ്ഖീം ചെയ്യേണ്ടത്. തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കുക. സർമദൻ മറ്റക്ഷരങ്ങളൊക്കെ തർക്കീഖ് ചെയ്യേണ്ടതാണ്, നേർപ്പിക്കുകയാണ് വേണ്ടത്. സർമദൻ എന്നതിലെ തൻവീൻ ശേഷം ഹംസയാണ് വന്നത്. ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇവിടെ ഇതുവരെയായി രണ്ട് ഇൽഹാറുകളാണ് തുടരെയായി വന്നത്. ഇനിയും വരുന്നുണ്ട്. റഅയ്തും സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി, സർമദൻ ഇല ഇൽഹാർ ഹൽഖി, സർമദൻ ഇല യൗമിൽ ഖിയാമ. അൽ ഖിയാമ ഖാഫിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക, കസ്റുള്ളതുകൊണ്ട്. ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്, തടിപ്പിച്ച് ഉച്ചരിക്കണം, എന്നാൽ കുറഞ്ഞ തോതിൽ മാത്രമാണ്. ഇല യൗമിൽ ഖിയാമതി മൻ സാക്കിനത്തായ നൂനും ശേഷം ഹംസയും ഇൽഹാർ ഹൽഖി നേരത്തെ സൂചിപ്പിച്ച അതേ ഹുക്മ തന്നെ. വീണ്ടും മൻ ഇലാഹുൻ ഗൈറു തൻവീനും ശേഷം ഗൈനും ഇൽഹാർ ഹൽഖി. വീണ്ടും മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് ഗൈനിനെ തഫ്ഖീം ചെയ്യണം. ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്, തടിപ്പിച്ച് ഗൈൻ ഉച്ചരിക്കുക. ഗൈറു റായിനും തഫ്ഖീം, ഗൈറുല്ലാഹ് ഈ പദത്തിൽ ലാമിനും തഫ്ഖീം ഇസ്മുൽ ജലാലയിൽ. ഗൈറുല്ലാഹി യഅ്തീകും സാക്കിനത്തായ മീം ശേഷം ബാഉം യഅ്തീകും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാ ഷഫവി എന്നതാണ് ഹുക്മ. യഅ്തീകും ബിദിയാ ദ്വാദിന് കുറഞ്ഞ തഫ്ഖീമാണ്, കസ്റുള്ളത് കൊണ്ട്. ബിദിയാഇൻ ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കണം. എന്നാൽ വഖഫിൻ്റെ സന്ദർഭമായതുകൊണ്ട് 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കാം, ഇഷ്ബാ ചെയ്യുക, അങ്ങനെയും ആവാം. അപ്പോൾ യഅ്തീകും ബിദിയാ എന്ന് അവസാനിപ്പിക്കുക.
ഇവിടെ യഅ്തീക്കും എന്നതിൽ സാക്കിനത്തായ മീമിനെ ഇഖ്ഫ ഷഫവി ആണ് എന്ന് പറഞ്ഞു. ഇഖ്ഫ ഷഫവി അവ്യക്തമാക്കി മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ വിടർത്തി അകത്തി വെക്കുകയല്ല, ചുണ്ടുകൾക്കിടയിൽ വിടവ് നൽകണം എന്നല്ല പറഞ്ഞത്, മറിച്ച് ചുണ്ടുകൾ അമർത്തി വെക്കാതെ പരത്തി വെച്ചുകൊണ്ട് യഅ്തീക്കും എന്നിങ്ങനെ ഉച്ചരിക്കുക. അതാണ് ഇഖ്ഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുണ്ടുകൾ പൂർണ്ണമായും അമർത്തി പിടിക്കാതെ ഇങ്ങനെ പരത്തി വെച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്നതാണ് ഇഖ്ഫ ഷഫവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഅ്തീകും ബിദിയാ, ദിയാ ضاد തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, ഇസ്തിഅലാന്റെ ഹർഫാണ്. എന്നാൽ കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. കുറഞ്ഞ തഫ്ഖീം നൽകി ضادനെ ഉച്ചരിക്കണം. അഫലാ തസ്മഊൻ, അഫലാ തസ്മഊൻ എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്, തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കുകയാണ് വേണ്ടത്. വീണ്ടും ഇത് കഴിഞ്ഞ ആയത്തിൽ തന്നെ ഈ വചനത്തിൽ അവസാനിച്ച ഇതേ പദങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഖുൽ അറഅയ്തും, ഖുൽ ഖാഫ് ഇസ്തിഅലാന്റെ അക്ഷരം തഫ്ഖീം ചെയ്യുക, ലാമിനെ ഇദ്ഹാർ ചെയ്യുക. അറഅയ്തും റാഇന് മാത്രം തഫ്ഖീം, മറ്റക്ഷരങ്ങൾക്ക് തർക്കീഖ്. ഖുൽ അറഅയ്തും ഇൻ ജഅല, സാക്കിനത്തായ നൂൻ ശേഷം ജീം ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക. ഇൻ ജഅല അല്ലാഹു, അല്ലാഹു ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ച് ലാമിനെ ഉച്ചരിക്കുക. ഇൻ ജഅല അല്ലാഹു അലൈകുമുൻ നഹാർ, അലൈക്കും സാക്കിനത്തായ മീം ശേഷം അലൈക്കുമുൻ, വീണ്ടും നൂനിൻ്റെ സുക്കൂൻ ഉച്ചരിക്കുന്നത് കൊണ്ട് അവിടെ സുക്കൂനുകൾ തുടരെയായി വരുന്നത് കൊണ്ട് മീമിന് ളമ്മ നൽകണം. പരിഹരിക്കുകയാണ് ഇൽത്തിഖാ സാക്കിനീൻ എന്ന പ്രശ്നത്തിനുള്ള പരിഹാരം. ളമ്മ നൽകി മീമിനെ ഉച്ചരിക്കുക. അലൈക്കുമുൻ നഹാറ, നൂനിനെ മണിക്കണം 2 ഹറക്കത്തിൻ്റെ അളവിൽ. അലൈക്കുമുൻ നഹാറ സർമദൻ, ഈ പദങ്ങളൊക്കെ കഴിഞ്ഞ വചനത്തിൽ വീണ്ടും ആവർത്തിച്ചു. അന്നഹാറ റാഇന് തഫ്ഖീമാണ്, സർമദൻ റാഇന് വീണ്ടും തഫ്ഖീം. സർമദൻ ഇല തൻവീൻ ശേഷം ഹംസ ഇദ്ഹാർ ഹൽഖി. സർമദൻ ഇല യൗമിൽ ഖിയാമ, ഖാഫിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക കസ്റായതുകൊണ്ട്. ഇല യൗമിൽ ഖിയാമതി മൻ ഇല, സാക്കിനത്തായ നൂനും ഹംസയും ഇദ്ഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. ഇലാഹുൻ ഗൈറുല്ലാഹ്, എല്ലാം കഴിഞ്ഞ വചനത്തിൽ കഴിഞ്ഞ ആവർത്തിക്കുന്ന പദങ്ങളാണ്. ഗൈറു ഗൈനിനും തഫ്ഖീം കൊടുക്കണം. ഇലാഹുൻ തൻവീനെ ഇദ്ഹാർ ഹൽഖിയാണ് ചെയ്യേണ്ടത്. മൻ ഇലാഹുൻ ഗൈറു ഗൈനിനും റാഇനും ശേഷം അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ലാമിനും ഒക്കെ തഫ്ഖീമാണ്. ഗൈറുല്ലാഹി യഅ്തീകും ബിലൈൽ, യഅ്തീകും സാക്കിനത്ത ഹംസയെ ശിദ്ദത്തോടെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. യ യ എന്നിങ്ങനെ യഅ്തീകും എന്നായി പോയത്. യഅ്തീകും സാക്കിനത്ത മീം ശേഷം ബ ഇഖ്ഫ ഷഫവി കഴിഞ്ഞ തവണ സൂചിപ്പിച്ചു. യഅ്തീകും ബിലൈലിൻ തസ്കുനൂൻ, തൻവീനും ശേഷം താഉം ഇഖ്ഫ ഹഖീഖി മറച്ച് മണിച്ചുച്ചരിക്കുക. ബിലൈലിൻ തസ്കുനൂന ഫീഹ്, തസ്കുനൂന ഫീഹ് എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണെന്നത് ശ്രദ്ധിക്കുക. ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ. അഫലാ തുബ്സിറൂൻ, അഫലാ തുബ്സിറൂൻ, സ്വാദിനും റാഇനും തഫ്ഖീമാണ്. തൂബ് എന്നതിൽ ബാഇന് ഖൽഖല സുഗ്റ നൽകി ബാഇൻ്റെ ശബ്ദം ചലിപ്പിക്കണം. സ്വാദിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക കസ്റായതുകൊണ്ട്. തൂബ് സി, തൂബ് സി, തൂബ് സിറൂൻ, റാഇനും തഫ്ഖീം കൊടുക്കണം. അഫലാ തുബ്സിറൂൻ. ബാറകല്ലാഹു ഫീക്കും.
أعوذ بالله من الشيطان الرجيم. قل أرأيتم إن جعل الله عليكم الليل سرمدا إلى يوم القيامة من إله غير الله يأتيكم بضياء أفلا تسمعون. قل أرأيتم إن جعل الله عليكم النهار سرمدا إلى يوم القيامة من إله غير الله يأتيكم بليل تسكنون فيه أفلا تبصرون.